ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലായിട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ വാട്സാപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്താലേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത തരത്തിൽ നമുക്ക് അയക്കാൻ സ്കാനിങ് ചെയ്തിട്ട് അങ്ങനെ അയക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മിക്കവാറും ആളുകൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ആദ്യം നമ്പർ എടുത്ത് അത് ഡയലർ എടുത്ത് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവരിൽ മെസ്സേജ് അയക്കേണ്ടത് അവരുടെ നമ്പർ മൊബൈലിൽ സേവ് ചെയ്ത് അതിനുശേഷം നമ്മൾ വാട്സാപ്പ് എടുത്ത് വാട്സാപ്പിൽ വന്ന് പിന്നെ സെർച്ച് ചെയ്തിട്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാറാണ് പതിവുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വാട്സാപ്പ് ഓപ്പൺ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു നമ്പർ സേവ് ചെയ്ത് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം എന്നതിനെക്കുറിച്ച് പലർക്കും ഇപ്പോഴും അറിയില്ല. ആദ്യം ഇതിനൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ വന്നതിന് ശേഷം സംവിധാനമൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും പലർക്കും ഇപ്പോഴും അറിയാത്ത കാര്യങ്ങളാണ് ഈ സംഭവമൊക്കെ. എങ്ങനെ കോൺടാക്റ്റ് നമ്പർ എങ്ങനെ വാട്സപ്പിൽ നിന്നുകൊണ്ട് എങ്ങനെ സേവ് ചെയ്യാമെന്നൊക്കെ പലർക്കും അറിയില്ല. അപ്പോൾ അത്രക്കാർക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മുകളിൽ ഈ ഒരു പ്ലസ് ബട്ടണിൽ വന്നിട്ടുണ്ട്. ഈ പ്ലസ് ബട്ടൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ന്യൂ ഗ്രൂപ്പ്, ഒന്ന് ന്യൂ കോണ്ടാക്റ്റ്, ന്യൂ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ അത്തരത്തിൽ 3 ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്: ന്യൂ ഗ്രൂപ്പ്, ന്യൂ കോണ്ടാക്റ്റ്, ന്യൂ കമ്മ്യൂണിറ്റി. ഇതിൽ നമുക്കറിയാം ന്യൂ കോണ്ടാക്റ്റിൻ്റെ അടുത്ത് ആദ്യം സ്കാനർ ഉണ്ടായി. ഈ സ്കാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാനർ ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ മറ്റുള്ള ആളുകളുടെ ഏതെങ്കിലും സ്കാനർ വെച്ചിട്ട് നമുക്ക് അവർ വാട്സാപ്പിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇനി അതല്ലാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് ന്യൂ കോണ്ടാക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു പേര് അടിക്കാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം ഈ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പേരടിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കിവിടെ പേരടിച്ച് അവരുടെ ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം അടിച്ച് അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് വാട്സാപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്പർ സേവ് ചെയ്ത് വാട്സാപ്പ് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സംവിധാനം പലർക്കും ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി അങ്ങനെ ഒരു അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. നന്ദി, നമസ്കാരം, താങ്ക് യു.